നമസ്കാരം. വരാൻ പോകുന്ന പ്രോജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 അരുൺകുമാറിൻ്റെ മുരളിഗോയുടെ ഫഹദ് ഫാസിൽ അഭിനയിക്കുന്ന, പിന്നെ അഞ്ജലി മേനോൻ്റെ അൻവർ റഷീദ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ. അതിൽ വന്നിട്ട് ഫഹദും ദുൽഖറും നിവിനുമാണ് അഭിനയിക്കുന്നത്. ആ 2 പാട്ട് ഇപ്പോൾ കമ്പോസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ദിലീപ് ഏട്ടൻ്റെ പടം റിംഗ് മാസ്റ്റർ എന്നാണ് പടത്തിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ പൂജയ്ക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സോ നന്നായിട്ട് വരുന്നു പ്രതീക്ഷിക്കുന്നു. പിന്നെയുണ്ട് സിനിമകൾ. ബൗണ്ടറീസ് എന്നുള്ള സിനിമയുണ്ട്. ബൗണ്ടറീസിൽ ജയസൂര്യാണ് ലൈക്ക് റോമൻസിൻ്റെ ഡയറക്ടർ. റോബൻ സാമുവലാണ് ഡയറക്ടർ. പിന്നെ പോളിടെക്നിക് എന്ന് പറഞ്ഞ സിനിമയുണ്ട്. പോളിടെക്നിക്കിൽ പത്മകുമാറിനേട്ടനാണ് അതിൻ്റെ ഡയറക്ടർ. അതിൽ കുഞ്ചാക്കോവനാണ് അഭിനയിക്കുന്നത്. സോ അങ്ങനെ ഒരുപാട് ചിത്രങ്ങളുണ്ട് എല്ലാം. പിന്നെ സലാല മൊബൈൽസ്, ഒബിയസ്ലി ദുൽഖർ സൽമാൻ അഭിനയിക്കുന്ന സിനിമ. ശരത് എന്നാണ് ഡയറക്ടറിൻ്റെ പേര്. അതിൽ നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുള്ള സിനിമയാണ്. ഇപ്പോൾ അടുത്ത റിലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉടനെ വരുന്നത് ഐ തിങ്ക് സലാല മൊബൈൽസ് ആൻഡ് 1983 റിലീസ്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്സ്. പിന്നെ എല്ലാവരും നല്ല പാട്ടുകൾ കേൾക്കുക, അപ്രിഷ്യേറ്റ് ചെയ്യുക. നല്ല ആശയങ്ങൾ ഇനി മലയാള സിനിമയിൽ വരട്ടെ. എങ്കിലേ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള മ്യൂസിക് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകത്തുള്ളൂ. സോ എല്ലാവരും പ്രാർത്ഥിക്കുക. താങ്ക് യു. കോമഡി ചിത്രം തന്നെയാണ്. ഞങ്ങൾ സാധാരണ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള മോഡൽ കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇതിൽ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ നിരവധി താരങ്ങളുണ്ട്. ദിലീപ്, കീർത്തി, അനുറോസ്, വിജയരാഘവൻ, ഒരുപാട് താരങ്ങളുണ്ട്. അതിനെല്ലാം ഉപരിയായിട്ട് ഇതിൽ കുറേ മൃഗങ്ങളുണ്ട് താരങ്ങളായിട്ട്. ട്രെയിനിലാണ് ഉപയോഗിക്കുന്നുണ്ട്. ഇത് 2 പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന 2 നായകരാണ്. മൃഗപരിശീലകൻ്റെ റോളിലാണ് അഭിനയിക്കുന്നത്. അത് ഈ സിനിമയിലേക്കൊക്കെ മൃഗങ്ങൾ കൊണ്ടുവരുന്ന പരിശീലകനായിട്ടാണ്. അപ്പോൾ അത്തരമൊരു സിനിമയുടെ പൂജയാണ് നമ്മൾ ഇന്നിവിടെ ആദ്യ ദിവസം ചിത്രീകരിക്കുന്നത്. അതാണ് പേരൊക്കെ മാറിയിരിക്കുന്നത്. സിനിമയ്ക്കുള്ളിലെ പൂജ. അതെ, സിനിമക്കുള്ളിലെ പൂജയാണ് നമ്മൾ പൂജയായിട്ട് ഷൂട്ട് ചെയ്യുന്നത്. ഈ സ്ക്രിപ്റ്റ് തിരക്കഥ ഞാൻ എൻ്റെ പൊതുവായ ലൊക്കേഷൻ ഇത് എറണാകുളത്ത് തുടങ്ങുന്നു. ഇനി ഒരു 2 ആഴ്ചയോളം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ കുട്ടമൽപേട്ട്, കൊള്ളിമല പ്രധാന ലൊക്കേഷൻസ്. ഡിസംബറാണ്. ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത് രാജീവ്, ഹരിനാരായൺ, നാദർഷ്. 3 ഗാനങ്ങൾ. ഷാജി. കണ്ണ് കാഴ്ചയില്ലാത്ത കുട്ടിയാണ്. അപ്പോൾ ഒരു പട്ടിയുടെ ഗൈഡ് കൊണ്ടാണ് നടക്കുന്നത്. നല്ലൊരു കഥ. പിന്നെ സത്യം പറഞ്ഞാൽ ഞാനിപ്പോഴാണ് കഥ കേട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് കൂടുതലറിയില്ല. മെയിനായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. രണ്ടുപേരും കൂടി ചെയ്യുന്നവരില്ല. ഗീതാഞ്ജലി ലാലേട്ടനോടൊപ്പം ചെയ്തു. ആ ക്യാരക്ടറിന് ഇതിൻ്റെ വകനെ വഴിയുള്ളൂ. ഏത് രീതിയിൽ കാണുന്നു? ഏത് രീതിയിലാണ് കഥാപാത്രത്തെ കാണുന്നത്? സീരിയസ് അപ്രോച്ച് ആയിരിക്കും. അതുപോലെ ഒരുപാട് കോമഡി പടങ്ങൾ ചെയ്തിട്ട് നമുക്കറിയാം. അപ്പം റാഫിയുടെ ആദ്യത്തെ ചിത്രം അപ്പോൾ ഒരു കോമഡി പശ്ചാത്തലത്തിലായിരിക്കും. അതെ, പക്ഷേ ഇതിൽ എനിക്ക് കാഴ്ചയില്ലാത്തതുകൊണ്ട് എനിക്ക് എത്രത്തോളം കോമഡി ഉണ്ടോ എനിക്കറിയില്ല. പക്ഷേ സിനിമ തന്നെയുള്ള സാധനമാണ് ഞാൻ കേട്ടത്. പിന്നെ റാഫി ചേട്ടൻ്റെ ന്യൂസ് ആയിരുന്നു. പിന്നെ എൻ്റെ ക്യാരക്ടറിനെ ഇത് എങ്ങനെയാണ് മുന്നോട്ടൊന്നും എനിക്ക് കൂടുതൽ അറിയില്ല. കാരണം കഥ കേൾക്കാതെ ചെറിയൊരു